വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AV തോമസിന്റെയും ഭാര്യ ലൗനിയുടെയും മൃതദേഹമാണ് എത്തിച്ചത്. കൊട്ടാരക്കരയിലേക്ക് ഉടൻ മൃതദേഹം കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസമാണ് ലാവ മൊബൈൽ കമ്പനിയുടെ ഇൻസെന്റീവ് ട്രിപ്പിനായി ഇവരടക്കമുള്ള സംഘം വിയറ്റ്നാമിലേക്ക് പോയത്. അപകടത്തിൽ 15 പേർ ആകെ മരിച്ചു. മറ്റുള്ളവർ തമിഴ്നാട്, ആന്ധ്ര സ്വദേശികളാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവം, അപകടമാണ്, വലിയ ദുരന്തമാണ്. എന്താണ് വിവരങ്ങൾ? എപ്പോഴേക്കാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ശനിയാഴ്ച വിയറ്റ്നാമിലെ ഫൂക്കോക്ക് ദ്വീപിലുണ്ടായ ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ഇന്ത്യൻ വംശജരിൽ 15 പേരാണ് ആകെ മരണപ്പെട്ടത്. അതിൽ മരണപ്പെട്ട കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലൊവേന തോമസിന്റെയും മൃതദേഹങ്ങളാണ് മുംബൈയിൽ നിന്ന് അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, അതോടൊപ്പം കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ ചേർന്ന് മൃതദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങുകയാണ്. അതിനുശേഷം നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിലാകും കൊട്ടാരക്കരയിൽ ഇവരുടെ ജന്മസ്ഥലമായ ചന്തമുക്കിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. അവിടെ വെച്ചാണ് മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. വസതിയിൽ പൊതുദർശനമടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര മാർത്തോമ പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും നാടിനെ നടുക്കിയ ദുഃഖത്തിലാഴ്ത്തിയൊരു ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് AC തോമസും ലൊവേന തോമസും. വളരെ പ്രതീക്ഷയോടെ ഇവിടെ നിന്ന് ഇന്ത്യൻ സംഘത്തിനൊപ്പം അവർ വിയറ്റ്നാമിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയതായിരുന്നു. അവിടെയാണ് കാറ്റിലും കോളിലും പെട്ട് ഈ ബോട്ട് മുങ്ങുകയും ഏതാണ്ട് 32 ഇന്ത്യൻ വംശജരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. 4 ജീവനക്കാരും ഉൾപ്പെടെ 36 പേർ, അതിൽ 15 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ മലയാളികളായ 2 പേർ കൂടി ഉൾപ്പെട്ടു എന്നതാണ് നമ്മുടെ നാടിന് മുഴുവനൊരു ദുഃഖമായി മാറിയത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, MP കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ബന്ധുക്കളെ അടക്കം ചേർത്ത് നിർത്തി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആശ്വസിപ്പിക്കുന്നതും കാണാം. ഏതാനും മിനിറ്റുകൾ മാത്രമായിരിക്കും ഇവിടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കുക. അതിനുശേഷം അല്പസമയത്തിനകം ഇവ നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ആംബുലൻസുകളിൽ കൊട്ടാരക്കരയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. പോലീസ് അകമ്പടിയോടെ ആയിരിക്കും ഈ മൃതദേഹങ്ങൾ പോലീസും ക്രമീകരണങ്ങളിലാണ്. വിനീഷ് കൂടി കൊട്ടാരക്കരയിലും ചേരുന്നു. വിനീഷ്, ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സുകാരൻ, അപ്രതീക്ഷിതമായ ഒരു അപകടം സംഭവിക്കുന്നു. നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായി കൂടി ഇത് മാറുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം, പ്രത്യേകിച്ച് ഒരു വിനോദയാത്രയിൽ. ഇത് അങ്ങനെ തന്നെയാണ്. നാടിനെ വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയ ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് മന്ത്രി അടക്കം ഇവർ വീട്ടിലെത്തുകയും ബന്ധുമിത്രാദികളെ കണ്ട് അനുശോചനം അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ദമ്പതികളുടെ മകൻ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് പറഞ്ഞത്. പപ്പയും മമ്മിയും ചൊവ്വാഴ്ച മടങ്ങി എത്തേണ്ടവരാണ്, പക്ഷേ ചൊവ്വാഴ്ച എത്തുന്നത് ഇങ്ങനെയാണെന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. എന്തായാലും മൃതശരീരങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകത്ത് തന്നെ കൊട്ടാരക്കരയിലേക്ക് എത്തിക്കും. കൊട്ടാരക്കര മോർച്ചറിയിലാകും മൃതശരീരം ഇന്ന് സൂക്ഷിക്കുക. നാളെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. അപ്പോൾ നാളെ ഒരു 10 മണിയോടുകൂടി കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനമുണ്ടാകും. ശേഷമാകും 3 മണിക്കാകും ശുശ്രൂഷകൾ, അത് മതപരമായ ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുക. തൊട്ടടുത്തുള്ള, അതായത് ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള മാർത്തോമ ദേവാലയത്തിന്റെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. എന്തായാലും ഈ ചടങ്ങിൽ ബന്ധുമിത്രാദികൾക്കപ്പുറം സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ വരികയും അന്തിമോപചാരം അർപ്പിക്കുകയൊക്കെ ചെയ്യും. നമുക്കറിയാം, ജൂലൈ 7-നായിരുന്നു ഈ വിനോദയാത്രക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം, അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇനി ജന്മനാട്ടിലേക്ക്, അവസാനമായി അവരെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. മന്ത്രിമാർ 2 പേരുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MPയും ഇവിടെയുണ്ട്. മനസ്സിലാക്കേണ്ടത്, ഇവരോടൊക്കെ വളരെ അടുപ്പമുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്.